വാനരന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഒരു നാട്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട നിവാസികളാണ് ചന്തക്കുരങ്ങുകളെ കൊണ്ട് വലയുന്നത്. കാർഷിക വിളകളും കുടിവെള്ള ടാങ്കുകളും നശിപ്പിക്കുന്നത് കൂടാതെ വസ്ത്രങ്ങൾ വരെ എടുത്തുകൊണ്ട് പോവുകയാണ് ഈ വാനര സംഘം. ശല്യക്കാരായ ചന്തക്കുരങ്ങുകളെ പിടികൂടി നാടുകടത്തണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ശാസ്താംകോട്ടയിൽ രണ്ടു തരത്തിലാണ് അവിടെ വാനര സംഘങ്ങൾ. ഒന്ന് അവിടുത്തെ ക്ഷേത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള അമ്പലക്കുരങ്ങുകളും മറ്റൊന്ന് അവിടുത്തെ ടൗൺ ജംഗ്ഷൻ കേന്ദ്രീകരിച്ചുള്ള ചന്തക്കുരങ്ങുകളും. കൊല്ലം ശാസ്താംകോട്ട എന്ന പേര് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ശാസ്താംകോട്ട ശുദ്ധല തടാകവും വാനരന്മാരുമാണ്. ശാസ്താംകോട്ടയിലെ വാനരന്മാരെ ആ നാട്ടുകാർ രണ്ടായി വേർതിരിക്കുന്നുണ്ട്: അമ്പലക്കുരങ്ങുകളെന്നും ചന്തക്കുരങ്ങുകളെന്നും. എന്താണ് ആ വേർതിരിവിന് പിന്നിലുള്ള കാരണമെന്നല്ലേ? അതൊരു കഥയാണ്. ആ വേർതിരിവുണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വാർത്ത. ശാസ്താവിന്റെ കോട്ടയെന്ന പേരിലാണ് ശാസ്താംകോട്ട അറിയപ്പെടുന്നത്. ശാസ്താവിന്റെ ആശ്രിതരായി ക്ഷേത്രത്തിൽ കഴിയുന്ന വാനരന്മാരെ ദൂരെ നിന്ന് വരുന്ന ഭക്തർ ആരാധനാമൂർത്തിക്കൊപ്പമാണ് കാണുന്നത്. വറുതിയുടെ കാലത്ത് ക്ഷേത്രം വിട്ട് പുറത്തേക്ക് പോയവരാണ് ചന്തക്കുരങ്ങുകൾ. അമ്പലക്കുരങ്ങൾക്ക് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ നിന്ന് ഭക്ഷണം ലഭിക്കും. പൊതുവെ ശാന്തശീലരുമാണ് ഈ വിഭാഗം. പക്ഷേ ചന്തക്കുരങ്ങൾ അങ്ങനെയല്ല, അക്രമകാരികളാണ്. ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ജനങ്ങൾ മാത്രമല്ല, കിലോമീറ്റർ ദൂരെ വരെ താമസിക്കുന്നവർക്ക് ചന്തക്കുരങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ നാശനഷ്ടങ്ങളാണ്. ഓട് പാകിയതും ഷീറ്റ് മേഞ്ഞതുമായ വീടുകളാണ് ദുരിതം അനുഭവിക്കുന്നതിലേറെയും. കൃഷിനാശവും വ്യാപകമാണ്. ഞങ്ങൾക്ക് പോയ ആഹാരം ഒന്നും പാചകം ചെയ്ത് വെക്കാനോ പറ്റുന്നില്ല. എയർ ഹോൾ വഴി വീട്ടിനകത്ത് കയറി എല്ലാ സാധനങ്ങളും നശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ തുണി കഴുകി അശയിലിടാനൊക്കുന്നില്ല. അശയിൽ കൂടെ തുണിക്കകത്ത് കയറി നടന്നു പോയിട്ട് അതിൽ നിന്ന് വലിച്ചൊന്നിയെടുത്ത് മരത്തിൻ്റെ മണ്ടേക്കുക. കുരങ്ങിൻ്റെ ശല്യം കാരണം ഒരു തരത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. ഇവിടെ കുരങ്ങ് ഭയങ്കര ശല്യമാണ്. വാട്ടർ ടാങ്കിൻ്റെ അകത്ത് കയറിയിട്ട് കുളിക്കുക, വെള്ളം പൈപ്പ് തുറന്ന് വിടുക, പിന്നെ അതിനകത്ത് ബോൾ ഊരിക്കൊണ്ടു പോവുക, അത് ഇടിച്ച് നശിപ്പിക്കുക. അതുപോലെ നമുക്ക് വണ്ടി ഇടാൻ പറ്റത്തില്ല, വണ്ടിയുടെ സീറ്റ് കയറി വലിച്ചു കീറുക. ഓടുകൾ ഇളക്കി മാറ്റും. വീടിന് പുറത്ത് ഉണക്കാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടു പോകും. ടാപ്പുകൾ തകർക്കുന്നതും വാട്ടർ ടാങ്കിന്റെ മൂടി തുറന്ന് കുടിവെള്ളത്തിൽ ഇറങ്ങുന്നതും പ്രദേശവാസികൾക്ക് തലവേദനയായി മാറിയിട്ടുണ്ട്. ചന്തക്കുരങ്ങളുടെ ശല്യം കൂടിയതോടെ ജനങ്ങളും വ്യാപാരികളും ഇന്ന് വലയുകയാണ്. ശല്യക്കാരായ കുരങ്ങളെ പിടികൂടി നാട് കടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നിരന്തരം നമ്മുടെ ഷെഡിനകത്ത് കയറി വീട്ടു സാധനങ്ങളും ആഹാരപാചകം ചെയ്തതെല്ലാം എടുത്ത് കളയുകയും അകത്ത് കയറി ഭയങ്കര ശല്യമാണ്. നമുക്ക് വളരെ ദയനീയമായിട്ടുള്ള രീതിയിലാണ്. നിരന്തരം പല പ്രാവശ്യവും ഇത് അങ്ങനെ തുടർച്ചയായിട്ടുണ്ട്. കുരങ്ങിൻ്റെ ശല്യം കൊണ്ട് ജീവിതം വഴിമുട്ടിയിരിക്കുക. പേരയ്ക്കകത്ത് കയറുക, മൊത്തം നശിപ്പിക്കുക. ഇനി നശിപ്പിക്കാനൊന്നുമില്ല, ഇത് പറഞ്ഞ് കുഴഞ്ഞ്. തേങ്ങ അടർത്തിയെടുത്ത ശേഷം നശിപ്പിക്കും. വീട്ടുടമകൾക്ക് തേങ്ങ കിട്ടാറേയില്ല. തെങ്ങിൻ കരിക്കും അടർത്തിയെടുത്ത ശേഷം നശിപ്പിക്കുകയാണ് പതിവ്. ജനങ്ങൾക്ക് ഭീഷണിയായി മാറിയ കുരങ്ങുകളെ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 25 വർഷം മുമ്പ് ഡൽഹിയിൽ നിന്ന് സംഘമെത്തി കൂടുവെച്ച് പിടികൂടി അച്ചൻകോവിൽ ചെന്തുരുണി വനമേഖലയിലേക്ക് മാറ്റിയിരുന്നു. കെണിയിൽ കുടുങ്ങാതെ രക്ഷപ്പെട്ട ചന്തക്കുരങ്ങളുടെ പിന്തലമുറയാണ് ഇപ്പോഴത്തെ അക്രമി സംഘം. ശാസ്താംകോട്ടയുടെ ചരിത്രത്തിന്റെ ഭാഗമായി കുരങ്ങുകളെ സംരക്ഷിക്കുന്നതിനും ഭക്ഷണം ഉറപ്പാക്കുന്നതിനും സർക്കാർ തലത്തിൽ പദ്ധതി വേണമെന്ന ദീർഘകാലത്തെ ആവശ്യവും നടപ്പായിട്ടില്ല. ശാസ്താംകോട്ടയിലെ വാനരന്മാരെ രണ്ടായി വേർതിരിച്ച ആ സംഭവമുണ്ടല്ലോ, അതുതന്നെയാണ് നിലവിലെ അവിടുത്തെ പ്രശ്നങ്ങളുടെ കാരണം. ചന്തക്കുരങ്ങുകൾ എന്നും പട്ടിണി കിടക്കുന്നവന്റെ പ്രതീകമാണ്. ആ പട്ടിണിയെ മറികടക്കാനുള്ള പോരാട്ടമാണ് ആ ചന്തക്കുരങ്ങുകൾ നടത്തുന്നത്. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ ഇനി ഇടപെടേണ്ടത് സർക്കാരാണ്. പട്ടിണിക്ക് പരിഹാരമുണ്ടാകണം. അതിന് ചന്തക്കുരങ്ങുകളെ മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാനാണെങ്കിൽ അത് സർക്കാർ ചെയ്തേ മതിയാവും. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.